കളറ്. ഈ ഭാഗം നല്ല വൈറ്റും. ഇതൊരു വൈറ്റ് തിലോപ്പിയാണ്. ഈ ബ്ലാക്ക് തിലോപ്പിയുണ്ട്, ഇതിനകത്ത് നല്ല ബ്ലാക്ക്. അത് ഞാൻ കിട്ടും. ഇന്ന് നമ്മുടെ വീഡിയോ എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ മത്സ്യകൃഷി നടത്താമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് രാമശ്ശേരിയിലെ ഉദയേട്ടൻ്റെ പാടത്താണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായി നെൽകൃഷി ചെയ്യുക എന്നുള്ള ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദയേട്ടൻ്റെ പാടത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയൊരു കുളമുണ്ട്, അതിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് മത്സ്യകൃഷി നടത്തുന്നതിൻ്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഉദയേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്ന സമയത്ത് വെള്ളം നല്ല തെളിച്ചുണ്ടായിരുന്നു, മീനൊക്കെ നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് നല്ല മഴയായിരുന്നു. ഈ മഴ കാരണം വെള്ളം മൊത്തം ആകെ കലങ്ങി മറിഞ്ഞായിരിക്കുന്നത്, അപ്പോൾ ഒന്നും കാണുന്നില്ല. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീനും പിടിക്കാം, ലൈവായിട്ട് മീനും പിടിച്ച് ചൂണ്ടയൊക്കെ ഇട്ട് മീനും പിടിക്കാം. നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ മീനിന് തീറ്റിയിട്ട് കൊടുക്കുകയാണ്. മീനിന് തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ മീന് വന്ന് കഴിക്കുന്നത് നമുക്കൊന്നത് ഒന്ന് കാണാം. എല്ലാം കൂടെ തീർക്കും. ഒരു മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂർ കൊണ്ട് അതൊക്കെ തീർക്കും. ഡെയിലി ഇട്ട് കൊടുക്കുമോ തീറ്റ? ഡെയിലി. അങ്ങനെ ഒരു വേസ്റ്റ് രാവിലെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെ കൊണ്ടുവന്നില്ല, ഞാൻ തിരക്കുണ്ടായ കാരണം വന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു ചെറിയ കുളത്തിൻ്റെ കാര്യമാണ്. ചെറിയ കുളമാണ്. കുളത്തിൻ്റെ അകലം വീതി എന്ന് പറയുന്നത് 15 മീറ്റർ വീതിയും 10 മീറ്റർ നീളമുള്ള കുളമാണത്. അതിൻ്റെ വ്യാസം ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കുളമാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കണ്ടങ്ങളിലും വയൽ വരമ്പുകളിലും എല്ലാം ഒരു മീൻ പിടിക്കുന്ന ഒരു ഊത്തപിടുത്തം എന്ന പോലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് വരാൽ പോലുള്ള ഒരു നമ്മുടെ ഈ പ്രദേശത്ത് കണ്ണമീൻ എന്ന് പറഞ്ഞാൽ അടിഭാഗം നല്ലപോലെ വെളുത്ത് കറുത്ത നല്ല മത്സ്യങ്ങൾ കിട്ടിയിരുന്നു. ആ മത്സ്യങ്ങളൊന്നും കാണാൻ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പോയിരിക്കണം. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ അത്രയും തകരാറായിരിക്കണം. അങ്ങനെ ഉള്ളൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമ്മിശ്ര കൃഷി രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃഷി ഓഫീസറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു കൃഷി ഓഫീസറുടെ ഒരു ഐഡിയ പ്രകാരമാണ്, ഞങ്ങളുടെ ഏലപ്പള്ളി കൃഷിഭവനിലെ കൃഷി ഓഫീസർ ജിജോ, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ പ്രകാരമാണ് ഈ കുളത്തിൽ മീൻ വളർത്തുക എന്നുള്ളൊരു ഐഡിയ വന്നു. പക്ഷെ അത് ചെയ്തു നോക്കുമ്പോൾ വളരെ ഒരു നല്ല പരിപാടിയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ കുളത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 15 മീറ്റർ നീളം, 10 മീറ്റർ വീതിയാണ്. ഇതിനകത്ത് നമ്മൾ വിട്ടിരിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഭാഗത്തും കാണുന്ന തിലോപ്പിയ എന്ന് പറയുന്ന ഒരു നാടൻ മത്സ്യമാണ്. ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ബ്രീഡിംഗ് ആണ്. അതായത് സ്വയം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ തിലോപ്പിയ എന്ന് പറയുന്നത്. മറ്റു വളർത്തു മത്സ്യങ്ങൾ, അതായത് രോഹു, കട്ല, സൈപ്രസ് എന്നൊക്കെ പറയുന്ന മത്സ്യവർഗ്ഗങ്ങളൊന്നും നമ്മൾക്ക് സെൽഫ് ബ്രീഡിംഗ് ഉണ്ടാവാറില്ല. സെൽഫ് ബ്രീഡിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ രോഹു ഒരു 500 എണ്ണം വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50 മത്സ്യം ഇതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ ആ 50 എണ്ണം മാത്രമേ നമ്മളൊരു 6 മാസമോ 7 മാസമോ കഴിഞ്ഞ് വിളവെടുപ്പ് നടക്കുമ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ മത്സ്യം ഉണ്ടാവില്ല. ഒന്ന്, നമ്മൾ വീണ്ടും കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോയി വീണ്ടും വിടണം. പക്ഷേ തിലോപ്പിയയ്ക്ക് അതല്ല. ജിലേബി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാടൻ മത്സ്യമാണ് ആ സാധനം. അതിൽ ഞാനിതിനകത്ത് നിക്ഷേപിച്ചത് 700 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ്. ഏകദേശം 4 മാസമാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്ന കാലഘട്ടം. ഈ 4 മാസത്തിനകത്ത് മത്സ്യത്തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ മത്സ്യം നല്ല വലിപ്പം വയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ അപ്പോഴേ ശ്രദ്ധിച്ച് കാണും, ചൂണ്ടയിൽ കൊളുത്തിയ മത്സ്യം ആ വലിപ്പമാണ് ഇപ്പോൾ നമ്മൾക്കിതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിലാണ് ഇപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മത്സ്യത്തിന് പ്രത്യേകിച്ച് തീറ്റയൊന്നും ഇട്ട് കൊടുക്കാറില്ല. അതായിട്ട് ഉണ്ടാകുന്ന കുറച്ച് പച്ചക്കറി വേസ്റ്റ്, എൻ്റെ ഇതിൽ വിളയുന്ന പച്ചക്കറിയുടെ മൂത്ത പച്ചക്കറിയോ വേസ്റ്റോ അങ്ങനെ കൊണ്ടുവന്ന് ഇടും എന്നല്ലാതെ പുതിയതായിട്ട് ഇതിനൊരു തീറ്റയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഈ കുളത്തിനകത്ത് നിക്ഷേപിക്കാറില്ല. അവയ്ക്ക് അത് തീറ്റ കൊടുത്തിട്ടില്ല. പക്ഷേ 700 കുഞ്ഞുങ്ങൾ വിട്ട സ്ഥിതിക്ക് ഇപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ഞായറാഴ്ചയും കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എല്ലാ ഞായറാഴ്ചയും മത്സ്യമാരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചൂണ്ടയിട്ടിട്ടാണ് മീൻ പിടിക്കുന്നത്, വലയിട്ടിട്ടല്ല. ചൂണ്ടയിട്ട് മത്സ്യം ആവശ്യമുള്ളവരെന്നെ പിടിച്ചെടുത്തിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവർ നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം രാവിലെ വന്നൊരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതാ കൊളുത്തിട്ടുണ്ടല്ലോ. കിട്ടി കിട്ടി ഒന്ന് കിട്ടി. അയ്യോ, വാലിപ്പിടിച്ചു. ചെറു മത്സ്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
വലിയ മത്സ്യമാകാൻ നമ്മളിതിനെ വിടുന്നില്ല. ചൂണ്ട ഉപയോഗിച്ച് കിട്ടുന്ന മത്സ്യമാണ് നമ്മൾ ഈ ചൂണ്ട കൊണ്ടാണ് നമ്മളിവിടെ പിടിക്കുന്നത്. 2-3 പേര് സുഹൃത്തുക്കൾ വരും, രാവിലെ ഒരു മണിക്കൂർ കിട്ടുന്ന മത്സ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മത്സ്യത്തിന് തീറ്റയൊന്നും എടുക്കാതെ കാരണം ഇതിന് നല്ല ടേസ്റ്റാണ്. വാങ്ങിയിട്ട് പോയവരെല്ലാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയവരെല്ലാം 120 രൂപയ്ക്കാണ് 1 കിലോ ഞാൻ ഈ മത്സ്യം കൊടുക്കുന്നത്. പക്ഷേ 2 കിലോ മാക്സിമം, അതിൽ കൂടുതലൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ചൂണ്ടയിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് കൊത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇടുന്ന സമയത്ത് കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റും കൂടിയാണ് ഈ മത്സ്യം വളർത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ആരെങ്കിലും കുളത്തിൽ കുറേ മത്സ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോയി അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തോന്നില്ല. അതൊരു നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനമാണ്. അതിനുള്ളൊരു ശാസ്ത്രീയ തെളിവുകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുറേ പ്രമാണങ്ങൾ ആപ്തവാക്യം പോലെ ഇപ്പോൾ കുറേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ പറഞ്ഞൊരു കാര്യം, ലോകത്ത് ആദ്യമായിട്ട് ജീവൻ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളും ഒക്കെ അതിൽ നിന്ന് കയറി വന്നതാണ് സിദ്ധാന്തങ്ങളും സയൻസും ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എവിടെയോ നമ്മൾ വെള്ളത്തിൽ നിന്നും കയറി വന്നവരാണ്, ഈ ജീവികളെല്ലാം ഞങ്ങളുടെ സഹജീവികളാണെന്നുള്ളൊരു തോന്നൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് കുറേ അറിവുള്ളവരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും നമുക്ക് ഈ നല്ല കടൽപ്പരപ്പ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. വെള്ളത്തിനകത്ത് നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പിന്നെ കുട്ടികളെ ഈ വെള്ളത്തിൽ മത്സ്യം പിടിക്കുന്നൊന്നുമില്ലെങ്കിലും അവർ കണ്ടത്തിൻ്റെ വരമ്പത്തോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന മത്സ്യം കണ്ടു കഴിഞ്ഞാൽ അതിന് നോക്കി നിൽക്കുകയും അതിനെ ഒന്ന് ആസ്വദിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ലക്ഷ്യം കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. ഈ കൃഷി ആരോഗ്യകരമാക്കുക അല്ലെങ്കിൽ കൃഷി സന്തോഷകരമാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളത്തിൽ നമ്മൾ മത്സ്യം വളർത്താൻ തീരുമാനിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്നത് തിലോപ്പിയ ഐറ്റമാണ്. 700 കുഞ്ഞുങ്ങൾ വിട്ടു. ഇപ്പോൾ 700 അതിനകത്ത് 12,000 കുഞ്ഞുങ്ങളുണ്ട്. ഈ തിലോപ്പിയ അങ്ങനെ കുഞ്ഞ് വിരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ മഴ പെയ്ത് കഴിഞ്ഞ് നോക്കിയാലും നിശ്ചിത സമയത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ തിലോപ്പിയ കുഞ്ഞ് വിരിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള ഭക്ഷണം അത് സ്വയം തേടാനുള്ളൊരു സാഹചര്യം നമ്മളതിനകത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആകെ നമ്മളിടുന്നത് കുറച്ച് പച്ചക്കറി വേസ്റ്റ്, എപ്പോഴെങ്കിലും പച്ചക്കറി വേസ്റ്റ് സ്ഥിരമായിട്ട് ഒരിക്കലും കുളത്തിൽ ഇടരുത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ള പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോഴാണ്. പിന്നെ ആ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് നമ്മൾ പോകണം. ഇത് എനിക്ക് പാടത്തായതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് ശുദ്ധീകരണ പ്രക്രിയ വെള്ളത്തിനകത്ത് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇതിനകത്ത് ചെയ്തു കൊടുക്കാറുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ കുറയുന്നത് നമുക്ക് വെള്ളത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഈ മീനുകളൊക്കെ പുറത്ത് വന്ന് വായു പൊളിച്ച് ഇങ്ങനെ ഇതാകാൻ തുടങ്ങും. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അവറ്റകൾ പുറത്ത് വന്ന് വായു പൊളിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഓക്സിജൻ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു ബെസ്റ്റ് മെത്തേഡാണ് പച്ചവളം. നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതിനകത്തേക്ക് പിന്നെ പച്ചവളം വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ബക്കറ്റുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട ബക്കറ്റിൽ ആ ബക്കറ്റിനകത്ത് ഒരു 2 കിലോളം പച്ചവളം വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും തെളിച്ചു കൊടുക്കും. ആഴ്ചയിൽ 2 ദിവസം നമ്മളത് ചെയ്യാറുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധീകരിക്കും. പച്ചവെള്ളത്തിന് വെള്ളം ശുദ്ധീകരിക്കാനുള്ള pH ലെവൽ ഉയർത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വേറൊരു വിഷയം കൂടി അതിനകത്തുണ്ട്. pH ലെവൽ 7 to 5 അല്ലെങ്കിൽ 7 to 9 ആണ് ജീവരാശികൾക്ക് ജീവിക്കാനും ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയും pH ലെവൽ 7 to 5 ഉണ്ടായിരിക്കണം എന്നാണ് ശരിയായ വശം. പക്ഷേ നമ്മൾ ബോട്ടിലടച്ച പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിൻ്റെയൊക്കെ pH ലെവൽ 1.5 to 2.5 ആയിരിക്കും. അതിലൊന്നും ഒരു ജീവരാശിയും വരില്ല. അതുകൊണ്ടാണ് അതിലൊന്നും പുഴുക്കൾ വളരാത്തത്. പുഴുക്കൾ വളരാതിരിക്കാനുള്ള കാരണം മെയിനായിട്ട് pH ലെവൽ കൂടിയാലും അതിനകത്ത് ജീവാംശം ഉണ്ടാവില്ല, പിന്നെ കുറഞ്ഞാലും pH ലെവൽ കുറഞ്ഞാലും അതിനകത്ത് ജീവാംശം ഉണ്ടാവില്ല. അപ്പോൾ അത് അതൊരു ശാസ്ത്രീയ വശമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ pH ലെവൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് പുതിയ മെത്തേഡൊക്കെ ഉണ്ട്. ഒരു ലായനി കിട്ടും, നമ്മളത് വാങ്ങിച്ച് pH ലെവൽ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവും വെള്ളത്തിൻ്റെ കളറും അതിൻ്റെ വിഷയവും ആ മത്സ്യങ്ങൾ പുറത്ത് വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ pH ലെവൽ മോശമാണെന്ന് നോക്കുക. പക്ഷേ ഇതിലൊന്നും ഒരിക്കലും ഞാനിപ്പോൾ 6 മാസമായി ഇതിൽ വെള്ളം നിറച്ചിട്ട് ഈ മീൻ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ട് ഏകദേശം 4 മാസമായി. ഇതിൻ്റെ pH ലെവലൊന്നും ഒരു വ്യത്യാസം വരികയോ ഒരു മത്സ്യത്തിന് പോലും ഒരു രോഗമോ വിഷയമോ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് മത്സ്യം പുറത്ത് വരുന്നില്ല. ഇതിനകത്ത് മത്സ്യമുണ്ട്. നമ്മൾ അടുത്ത സീസൺ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് വെള്ളം പറ്റിച്ച് പിടിക്കാനുള്ള ഒരു കൊയ്ത്ത് നടത്താനുള്ളൊരു സമയം. അതിനിടയ്ക്കാണ് നമ്മൾ ഈ ചൂണ്ടയിടുന്നത്. ഈ ചൂണ്ടയിടുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുളത്തിൻ്റെ വ്യാസം കുറവാണ്. അതിൻ്റെ കുറവാകുന്ന സമയത്ത് ഇതിൽ ധാരാളം മത്സ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് വളരാനുള്ള ഒരു ടെൻഡൻസി വളരെ കുറഞ്ഞിട്ട് അത് വളർച്ച എന്ന് പറയുന്നത് വളരെ കുറയും.
പുറത്ത് എടുത്തോ, തുണ്ടി നിർത്താം. അപ്പോൾ ഈ ചെറു മത്സ്യങ്ങളായിട്ടാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഈ ചെറു മത്സ്യത്തിന് നല്ല ടേസ്റ്റാണ്. യാതൊരുവിധ മീനുള്ള തീറ്റ ഒന്നും കൊടുക്കാതെയാണ് നമ്മളത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വയമേവ ഇതിൽ കിട്ടുന്ന കമ്പോസ്റ്റ്, ഈ മീനിന് ഭക്ഷണം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കമ്പോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് മാത്രമേ മീന് ഭക്ഷണം എടുക്കുക. അല്ലാതെ നമ്മൾ എന്ത് കിട്ടിയല്ലോ, നല്ലൊന്നും കിട്ടിയല്ലോ, അടിപൊളി. ഇതാണ് ഇതിൻ്റെ ശരിയായ ഇപ്പോഴത്തെ ലെവലുള്ള വലിപ്പം. ഇത് 1.5 മാസം ഭാഗമായ 1.5 മാസം 2 മാസത്തിനകത്തുള്ള വളർച്ചയാണ് ഈ മീനുകൾ. ഇതാണ് തിലോപ്പിയ എന്ന് പറയുന്ന സാധനം. ഇതിൽ തിലോപ്പിയയിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന്, ഇതിൻ്റെ നിറം നല്ല ബ്ലാക്ക് ആയിരിക്കും. ഇത് വൈറ്റാണ്. ഈ നിറം നല്ല കറുപ്പ് കിട്ടുന്ന ഇത് സിൽവറാണ് ഇതിൻ്റെ കളറ്. ഈ ഭാഗം നല്ല വൈറ്റും. ഇതൊരു വൈറ്റ് തിലോപ്പിയാണ്. ഈ ബ്ലാക്ക് തിലോപ്പിയ ഉണ്ട് ഇതിനകത്ത്, നല്ല ബ്ലാക്ക്. അത് ഞാൻ കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത്. എത്ര ടൈപ്പ് ഉണ്ട് ഇപ്പം ഇതിനകത്ത്? 3 ടൈപ്പ് ഉണ്ട്. നട്ടർ എന്ന് പറയുന്ന ഒരു സാധനം, അടിഭാഗം ചുവന്നത് നട്ടർ എന്ന് പറയുന്ന ഒരു തിലോപ്പി ഉണ്ട്. പിന്നെ ഈ സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. 3 സാധനം നമ്മൾ അതിനകത്ത് വിട്ടിട്ടുള്ളൂ. പിന്നെ പരല് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പാടത്തുള്ള വെള്ളം കൂടുതലായതുകൊണ്ടായിരിക്കും ചാടുന്നത്. അപ്പോൾ ഇത് 3 സാധനമാണ് നമ്മളാകെ വെള്ളത്തിൽ ചെയ്യാറുള്ളത്. ഇത്രയാണ്. ചാണകം കലക്കി ഒഴിക്കുക. പിന്നെ ഇതിൻ്റെ ഭക്ഷണം കുറവാണ്, അല്ലെങ്കിൽ മീനുകൾക്ക് ആരോഗ്യം നമ്മൾ ദിവസവും രാവിലെ വന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഒരു സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്താണ് അവന്മാർ പുറത്ത് വരിക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഒരു ആരോഗ്യസ്ഥിതി, അതിൻ്റെ ഉഷാറ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലേശം അതിൻ്റെ എനർജി കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ നിർമ്മിച്ച ജീവാമൃതം, ഏറ്റവും നല്ല മീൻ വളരാനും അവയ്ക്ക് ഭക്ഷണം കിട്ടാനും പിന്നെ കൃഷി വകുപ്പിൽ നിന്നും പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അഡ്വൈസ് ഞാനിപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ജീവാമൃതം എടുത്ത് ഇതിനകത്ത് തെളിച്ചു കൊടുക്കും. ജീവാമൃതം തെളിച്ചാലും വെള്ളം നമുക്ക് pH ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, വെള്ളം ശുദ്ധീകരിക്കാൻ സാധിക്കും. ഈ മീനുകൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ, ഈ പ്ലവങ്ങൾ, അതിനകത്ത് ഈ കുളത്തിനകത്ത് പ്ലവങ്ങൾ ഉണ്ടാവുകയും അവ ഭക്ഷിച്ച് സുഖമായിട്ട് വളരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കുളത്തിൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ്. ഇനി ഈ കുളത്തിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പൈപ്പ് വെള്ളം ചാടണം നോക്കിയാൽ, ആ പൈപ്പിൽ വെള്ളം ചാടണം നോക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഈ മത്സ്യത്തിൻ്റെ പിന്നെ വെള്ളം ഒരു നല്ല ജൈവാംശമുള്ള വെള്ളമാണ്. വളം കൃഷിക്ക് വേറൊരു വളവും അതിന് ഉപയോഗിക്കേണ്ട. അതിൻ്റെ ഉദാഹരണമാണ് ഈ നവരനെല്ല്. ഇതിനകത്ത് വേറൊന്നും ചെയ്തില്ല. ഇതൊന്ന് ലീക്കാകുന്ന വെള്ളം അതിനകത്താണ്. ഈ മത്സ്യത്തിൻ്റെ വേസ്റ്റും അമോണിയ ഏറ്റവും കൂടുതൽ ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് അമോണിയ കലർന്ന വെള്ളമാണ് ആ പൈപ്പിനകത്തൂടെ വരുന്നത്. ഈ കുളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പിനകത്തൂടെ ഈ വെള്ളം വരും. ഇത് കൃഷിസ്ഥലത്തേക്ക് നമ്മൾ പിന്നെ പായിച്ചു കഴിഞ്ഞാൽ വേറൊരു വളവും വേണ്ട, ജീവാമൃതം പോലും തെളിക്കേണ്ട. ഈ ഇതിലെ വെള്ളം റെഗുലറായിട്ട് നമുക്ക് പിന്നെ കൃഷിസ്ഥലത്തേക്ക് ഒരു മീൻ കുളത്തു നിന്നുള്ള വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സസ്യങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമായിട്ട് വളരും. അതിനുള്ളൊരു പ്രോജക്റ്റും കൂടിയാണ് ഇത് ചെയ്യുന്നത്. സമ്മിശ്ര കൃഷി രീതിയിൽ നമ്മൾ പച്ചക്കറി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് കുളത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതികളാണ് നമ്മൾ ആ ഒരു സംവിധാനത്തോടു കൂടിയാണ് കുളം. അപ്പം മത്സ്യത്തിന് നാടൻ മത്സ്യം വളർത്തുന്നതാണ് നല്ലത്. അത് ഹെൽത്തിന് നല്ലതാണ്. ഒമേഗ 3 എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ ആവശ്യമുള്ള സാധനം, പ്രോട്ടീനും മറ്റുമൊക്കെ അടങ്ങിയത് ഇതിലാണ്. ഒമേഗ 3 എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്ന മത്സ്യത്തിൽ മാത്രമുള്ളൊരു സാധനമാണ്. മറ്റുള്ളതിലുണ്ട്, പക്ഷേ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ പ്രത്യേകിച്ച് പറയാം, മത്സ്യം ഒരിക്കലും പൊരിച്ച് കഴിക്കരുത്. ടേസ്റ്റിന് അത്യാവശ്യം കഴിക്കുക. കറി വെച്ച് കഴിക്കുമ്പോഴാണ് ഈ ഓയിൽ, പുറമേ നിന്നുള്ള ഓയിൽ നമ്മൾ പൊരിക്കുന്ന സമയത്തൊക്കെ അതിനകത്ത് വരുന്ന സമയത്താണ് ഈ ഇതിൻ്റെ മെഡിക്കൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം നമുക്ക് ശരിക്കും ഇല്ലാതെ പോകുന്നത്. അപ്പോൾ അത് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പൊതുവെ കുട്ടികൾക്കുള്ള ഭക്ഷണം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും, ഞാൻ മത്സ്യം കഴിക്കില്ലെങ്കിലും 2 ദിവസമെങ്കിലും കുട്ടികളുടെ ഭക്ഷണത്തിൽ മത്സ്യം ഉൾപ്പെടുത്തണം. അത് സൾഫറ്റ് ഇട്ട് പിന്നെ വിൽക്കാൻ വരുന്ന മത്തിയോ ഇതോ ആയിരിക്കരുത്. നല്ല നാടൻ മത്സ്യം, ചെറു മത്സ്യങ്ങളാണ്. ഇപ്പോൾ ആർക്കും ഈ ചെറു മത്സ്യങ്ങൾ നേരെയാക്കാനുള്ള ഒരു സമയക്കുറവ് കാരണം എല്ലാവരും വലുത് കിട്ടിക്കഴിഞ്ഞാൽ 4 പീസാക്കിയാൽ മതിയല്ലോ എന്നുണ്ട്. പക്ഷേ അതൊന്നും ഹെൽത്ത് കണ്ടൻ്റ് അല്ല, രോഗങ്ങളിലേക്ക് അത് പോവുകയും കൂടെ ചെയ്യും. പക്ഷേ നമ്മൾക്ക് ഈ നാടൻ മത്സ്യം ഇതുപോലുള്ള തോട്ടിൽ നിന്ന്, പുഴയിൽ നിന്ന് ഇതുപോലെ ഒരു കാലി തീറ്റയിടാതെ, മീനുകൾക്ക് ഒരു തീറ്റകളും കൊടുക്കാതെ സ്വയമേവ വളരുന്ന മത്സ്യങ്ങളുണ്ട്. നമ്മുടെ പാടങ്ങളിലൊക്കെ കണ്ടു. ആ മത്സ്യങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കും. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നാടൻ മത്സ്യം കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. ശാസ്ത്രജ്ഞന്മാരും അത് തന്നെയാണ്
പറയുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മൾ ഈ സെൽഫ് ബ്രീഡിംഗ് ഉള്ള തിലോപ്പിയ വളർത്താൻ തീരുമാനിക്കുന്നത്. അതിപ്പോൾ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഒരു 7-8 കിലോളം നമ്മൾ പിന്നെ ഈ സാധനം ലഭിച്ചിട്ടുണ്ട്. ചൂണ്ട ഉപയോഗിച്ചാണ് പിടിക്കുന്നത്. വല ഉപയോഗിച്ച് ഒന്ന് കൊയ്ത്ത് നടത്താൻ ഒരു 2 മാസം കൂടി സമയമെടുക്കും. ഇതിനകത്ത് ഒരു 1000-1500ൻ്റെ മേലെ മത്സ്യം ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതൊക്കെയാണ് മത്സ്യത്തെ ഒരു നാടൻ രീതിയിൽ വലിയ ചിലവുകളില്ലാതെ ഇത് വളർത്താൻ എനിക്ക് യാതൊരു ചിലവില്ല. കുളം ഇത് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പണി ഉപയോഗിച്ച് എൻ്റെ കൃഷി ആവശ്യത്തിന് വേണ്ടി കുഴിച്ചു തന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ രീതി. നമുക്കൊന്ന് ചൂണ്ടയിട്ടാലോ? അങ്ങനെ ഞാനും പോയിട്ടൊരു ചൂണ്ടയിട്ട. ചൂണ്ട പണ്ടിട്ടതാ. ചൂണ്ടയിടാനുള്ള അടുത്ത ആളെത്തിയിട്ടുണ്ട്. ഒരു ചൂണ്ട എടുത്തിട്ടോ. ഞാൻ പിടിച്ച് കാണിച്ചു തരാം മീൻ. എൻ്റെ ചൂണ്ടയിൽ കൊത്തണ മീനിപ്പ കാണിച്ചു തരാ. ഇതൊന്ന് കൊളുത്താനറിയില്ല. എവിടുത്തെ ഇവിടെയാണ്? ആണോ? ഇത് ഇത്ര നീളം വേണ്ടല്ലോ. അത്ര നീളം വേണ്ട. അതിന് കോർത്തെടുത്ത് കട്ട് ചെയ്യാം. അത് അന്ന് കെട്ടി വെച്ച വീടാ? അതല്ലാതെ വേറെ വീട് കിട്ടിയാ? കോർത്തിട്ട് കട്ട് ചെയ്യാം. അതായത് നിന്റെ തറവാട്ട് വീടിന്റെ പുറകിലൊരു വീട് പുതുതായിട്ട് കെട്ടിയില്ലേ? ആണോ? അപ്പൊ കണ്ടിട്ടില്ല ചേട്ടാ. ഓക്കെ. ഇപ്പൊ നാളെയാ? എടുക്കും. വെളിയിലേക്ക് എടുത്ത് വരും. എന്നിട്ട് ഏറ്റവും വലിയ മീൻ പിടിച്ചിട്ടുള്ളത് കൊയ്ത്ത് കഴിഞ്ഞു. കൊളുത്തി. ഇത് കുഞ്ഞാണോ? കുഞ്ഞാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതെങ്ങനെ എടുക്കുക? ഒന്ന് സൂമി. ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മീനൊന്ന് കൊളുത്തിയിട്ട്. കുറച്ച് കുഞ്ഞതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ അത് വലിപ്പമായി വലിപ്പമാകും. വലിയ ഡേഞ്ചർ ആയിട്ട് ഇതിനകത്തില്ല. നമ്മൾ അപ്പഴേ പിടിച്ചത്രയും ചത്തുപോയില്ല. ഒരിക്കലും ചത്തുപോയില്ല. അടുത്ത് കൊളുത്താണ്. അതില് തീർന്നു. അത് വലുതാണോ? കിട്ടി. ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട്. എവിടെ പോരട്ടെ? ഇതിപ്പോ കളയാണല്ലോ. എറുമ്പുണ്ട്. എടുക്കട്ടെ. അത് ചൂണ്ടയിൽ നിന്ന് പുറത്തെടുക്കുക, വെളിയിലെടുക്കുക. മീന് മുള്ളുള്ളതാണ്, നോക്കി പിടിക്കണം. പിടിച്ച ഒരു പട കിട്ടും. കിട്ടി. അടിപൊളി. കിട്ടി. ഫോക്കസിലാണെങ്കിൽ എന്റെ മീന് ഐ വിഷ്. അയ്യോ, ഇതൊന്ന് കാലിന്നൊന്ന്. ഇതാണ് നമ്മള് ഇത്ര നേരം പിടിച്ചിട്ടുള്ള മീനുകള്. പോട്ടെ. ഫോക്കസ് പോയിന്റ് ഇല്ല. വെള്ളം കലങ്ങിയത് കൊണ്ടേ, കാരണം കഴിഞ്ഞ ആഴ്ച വെള്ളം നല്ല തെളിച്ചുണ്ടായിരുന്നു. ഇപ്പൊ മഴ പെയ്തുകൊണ്ട് വെള്ളം മൊത്തം കലങ്ങിയിരിക്കുകയാണ്.